ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇവിടെ ഒരു ചക്ക വരട്ടിയ എങ്ങനെയാണ് ചക്ക വരട്ടുക കേട്ടോ കാണിച്ചു തരാമെന്ന്. അധികം ആൾക്കാർക്കും അറിയുണ്ടാവും ചക്ക വരട്ടുന്നത് എങ്ങനെയാണെന്ന്. പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കേട്ടോ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ ചക്ക വരട്ടുമ്പോൾ എന്തായാലും ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ അടിപൊളിയാണ് ചക്ക. ഇപ്പോൾ ഒരുപാട് ഈ കാലത്ത് ചക്ക ഒരുപാട് കിട്ടുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളിതൊന്നും വേസ്റ്റ് ചെയ്യേണ്ട. ചക്ക എല്ലാം വരട്ടിയിട്ട് നമുക്ക് മഴക്കാലത്ത് ചക്കയപ്പം, ചക്കയട, ചക്ക പായസം അങ്ങനെ പല വെറൈറ്റി സംഭവം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം വേണം എടുക്കാനൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ. പക്ഷേ എന്നാലും നല്ല അടിപൊളിയാണ് ഇതുണ്ടാക്കി. അതിൻ്റെ ഒരു ടേസ്റ്റ് അടിപൊളി അപ്പാര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചക്കയൊക്കെ വരട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരു ചക്ക കിട്ടിയപ്പോൾ ഒന്ന് വരട്ടാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചക്ക, വലിയൊരു ചക്കയാണ് കേട്ടോ, ഒന്നൊന്നല്ല രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഒന്ന് മുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഒന്നും ഇറങ്ങിയിട്ടില്ല. വെള്ളം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് ചക്ക കിട്ടിയാലാണ് സൂപ്പർ. പക്ഷേ വെള്ളം ഇറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. അതിൽ നന്നായിട്ടൊന്ന് ശർക്കര ഇട്ടിട്ട് വരട്ടിയാൽ മതി. അപ്പോൾ ഞാൻ ചക്കയൊക്കെ ഇതുപോലെ ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുക കേട്ടോ. ആദ്യം നമുക്കിതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള ആ കുരും ഇതെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കുകയാണേ. അപ്പോൾ നല്ല ചക്കയാണിത്, നല്ല മധുരമുണ്ട്. മധുരമുള്ള ചക്കയാകുമ്പോൾ നമുക്ക് കുറച്ച് ശർക്കര ഇട്ടാൽ മതി. ഇതിൽ ഞാൻ ഒത്തിരി ശർക്കര ഇടാണ്ട് കേട്ടോ വരട്ടിയത്. നന്നായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഉരുളി ഉണ്ടെങ്കിൽ ഉരുളി എടുക്കുക കേട്ടോ. വലിയ ഉരുളിയൊക്കെ ആണെങ്കിൽ ഉരുളി എടുക്കുക. അപ്പം ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഇതൊന്ന് വരട്ടിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഇത് അരിഞ്ഞ് ചക്കയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക കേട്ടോ. ഗ്ലാസ്, വെറും കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ചക്ക പൊട്ടിത്തെറിക്കും. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് തള വരട്ടെ. തള വന്ന് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാലാണ് നമ്മളിത് ഇളക്കാൻ തുടങ്ങുക. അപ്പോൾ ഞാനൊക്കെ ആദ്യം ചിലവരൊക്കെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, പഴയ ആൾക്കാരൊക്കെ ഇത് തലേ ദിവസം നമ്മൾ ചക്കയൊക്കെ അരിഞ്ഞ് റെഡിയാക്കിയിട്ട് നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന ചെമ്പുണ്ടല്ലോ അത് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അവരെന്ത് ചെയ്യും, ആ അടുപ്പിലേക്ക് അങ്ങോട്ട് വെച്ചിട്ട് തീ കൂട്ടി വെക്കും. എന്നിട്ട് അത് നന്നായിട്ട് ആ അടുപ്പിൽ കിടന്ന് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് പിറ്റേ ദിവസം രാവിലെയാണ് അവർ വഴട്ടാൻ തുടങ്ങുക കേട്ടോ. ഇപ്പം ഞാൻ അങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത്. ഞാൻ അത് ടൈം എടുത്ത് പിറ്റേ ദിവസം, നിങ്ങൾക്ക് ഇനി ടൈം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വേവിച്ച ചക്ക അതുപോലെ തന്നെ അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഒന്ന് വരട്ടാൻ തുടങ്ങിയാൽ മതി. കേടൊന്നും വരില്ല. അപ്പോൾ ഞാൻ അതേ സമയം തന്നെ കേട്ടോ വരട്ടുന്നത്. അപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് പാനിൽ വെച്ചിട്ട് നന്നായിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ ഈ അരിഞ്ഞതൊക്കെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി അത് ഫുള്ള് നല്ല മിക്സായിട്ട് വരും. അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നല്ല ക്ഷമ വേണം ചക്ക വരട്ടാൻ വേണ്ടിയിട്ട്. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചക്കയൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും വേസ്റ്റ് ചെയ്യില്ല. അതെല്ലാം വരട്ടി ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. ചക്ക, പഴം ഒക്കെ ഞാൻ ഇതുപോലെ ചെയ്യും. പഴമൊക്കെ നമ്മൾ കുറേ പഴമൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവസാനം ആകുമ്പോഴേക്ക് പഴത്തിൻ്റെ കളറൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു കറുപ്പ് കളറൊക്കെ വരുമ്പോൾ പിന്നെ ആരും കഴിക്കൂല. അപ്പം ഞാൻ ഇതുപോലെ വരട്ടി നെയ്യും ശർക്കരയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. അതും ഇതുപോലെ നമുക്ക് അത് പിന്നെ എല്ലാ സീസണിലും കിട്ടും പഴം. എന്നാലും കൂടുതലായിട്ട് കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പം ഓരോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാം. അതുപോലെ തന്നെയാണ് ചക്ക പിന്നെ ഒരു കാലം കഴിഞ്ഞാൽ ചക്ക കിട്ടൂല. അതുകൊണ്ട് നിങ്ങൾ ചക്ക എന്തായാലും വേസ്റ്റ് ആക്കരുത്. ചക്കയിൽ വെള്ളം ഇറങ്ങി കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കണ്ട. ചക്കേൻ്റെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതിൽ ശർക്കര ഇട്ട് വരട്ടിയാലും മതി കേട്ടോ. ചക്ക മധുരം കുറവാണെങ്കിൽ, വെള്ളം ഇറങ്ങിയ ചക്കയ്ക്ക് മധുരം കുറവായിരിക്കും ഇപ്പോഴൊക്കെ കിട്ടുന്നത്. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ശർക്കര ഇട്ട് വരട്ടിയാൽ മതി. ഇതിലിപ്പോൾ ഞാൻ ശർക്കര ഒന്നും ഇടുന്നില്ല. ശർക്കരയോ നെയ്യോ ഒന്നും ഇടാണ്ട് തന്നെ കേട്ടോ വഴറ്റിയെടുക്കുന്നത്. അങ്ങനെ വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ശർക്കരയും നെയ്യൊക്കെ ഇട്ടെടുത്താൽ മതി. ഇത് അടിപൊളിയാണ്. നല്ല മഴ പെയ്യുന്ന സമയത്ത് കുറച്ച് ചക്ക എടുത്ത് നമുക്ക് പായസമൊക്കെ ഉണ്ടാക്കണം തോന്നി, ചക്ക പായസം കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഇത് കഴിക്കുക. ഒരു 2 കൊല്ലത്തോളം ഇത് കേട് വരാണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഏകദേശം ഒരു 2 മണിക്കൂർ 1.5 മണിക്കൂറോളം ഇളക്കിയതിന് ശേഷമാണ് ഇതുപോലെ കിട്ടിയത് കേട്ടോ. അപ്പോൾ നമുക്ക് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് കിട്ടും. ഈ സമയത്ത് നിങ്ങൾക്ക് ശർക്കര ചേർക്കാം. അതുപോലെ ശർക്കര നല്ലോണം അരിച്ചിട്ട് നമ്മൾ ശർക്കര പാനിയാക്കിയിട്ട് നല്ലോണം അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുക. അതുപോലെ നെയ്യ് ഒഴിക്കുക കേട്ടോ. നന്നായിട്ട് നെയ്യൊക്കെ ഒഴിച്ചിട്ട് വെച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഇത് നല്ല മധുരമുണ്ട്.
പിന്നെ നമുക്ക് എടുക്കുമ്പോൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതുപോലെ കയ്യിൽ നിന്നിങ്ങനെ വിട്ട് കിട്ടും. എന്നിട്ട് നമ്മളിത് പുറത്ത് വെക്കരുത്. അത് നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലേക്ക് വെക്കുക. കാരണം ഇത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പെട്ടെന്ന് പൂക്കാൻ ഇങ്ങനെ പൂത്ത് ഇങ്ങനെ ഒരു പൂപ്പ് പോലെ ഒരു വെള്ള കളറിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു പകുതി ഒരു മണിക്കൂർ വഴറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ഒരു വയ്യാന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അടച്ച് അങ്ങനെ തന്നെ വെക്കുക. പിറ്റേ ദിവസം അതേ സമയത്ത് തന്നെ ഏകദേശം പിറ്റേ ദിവസം നമുക്ക് ഒരു ഒഴിവുള്ള സമയത്ത് ഇതുപോലെ വരട്ടിയെടുക്കാം. അങ്ങനെ 3-4 ദിവസങ്ങളൊക്കെ ആയിട്ട് വരട്ടിയെടുക്കാം കേട്ടോ. അതിനൊന്നും കുഴപ്പമില്ല. നമ്മൾ അപ്പം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട. ഞാനിത് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു 3-3.5 മണിക്കൂർ കൊണ്ട് ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കളറും മാറും ചക്കേൻ്റെ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ എന്ന് പറയാൻ അതിലും നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് പുറത്തേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷം നമ്മൾ ഏത് കണ്ടെയ്നറിലാണ് ആക്കുന്നത് അതുപോലെ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് എന്താവശ്യമാണെങ്കിലും ചക്കപ്പായസം, ചക്കയട, ചക്കയപ്പം എന്ത് വേണമെങ്കിലും നമുക്കിതിലേക്ക് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ചക്ക വേസ്റ്റ് ആക്കാതെ ഇതുപോലെ കിട്ടുന്ന സമയത്ത് ചക്ക ഉണ്ടാക്കുക. കുറച്ച് നേരം ഇതിലേക്കൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയൊരു ചക്ക വരട്ടിയ ചക്ക ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, എന്നിട്ട് ഉണ്ടാക്കണം എന്തായാലും. ഇനി ചക്ക കിട്ടുമ്പോൾ നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയരുത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അടിപൊളി വീഡിയോസ് ഞാൻ ഇടുന്നതാണ്. ഇനി എൻ്റെ വീഡിയോസ് ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഉണ്ട്, അതെല്ലാം കാണാം. അതുപോലെ പഴം, ചക്ക ഇതെല്ലാം നമുക്ക് വരട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ് നമുക്കൊരു ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇതുകൊണ്ട് പല ആവശ്യങ്ങൾക്കും നമുക്ക് ഉണ്ടാക്കാം. അത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി ചക്കയുടെയും ചക്കയപ്പം ഒക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല വരട്ടി നമ്മൾ കയ്യിൽ നിന്ന് വിട്ട് കിട്ടുന്ന ഇങ്ങനെ കയ്യിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നിൽക്കുന്ന വിധം ആക്കി കഴിഞ്ഞാൽ നമുക്ക് ചക്ക അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.